Happy birthday to you. Happy birthday to you. Happy birthday, dear Liza. ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു ചെറിയൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമില്ല, നമ്മൾ ഐസ മോൾക്ക് 6 ഇയേഴ്സ് ആയി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ബർത്ത്ഡേ ഓഗസ്റ്റ് 22-നായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവൾക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ വീഡിയോസ് സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് പിന്നെ ബർത്ത്ഡേൻ്റെ അന്ന് അവൾക്ക് സ്കൂളുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുള്ളത്. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടുന്ന് ഇവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ് കേട്ടോ പോയത്. പിന്നെ നേരെ അവളെ കൊണ്ടുപോയത് പാർക്കിലേക്കാണ്. ഇങ്ങനെ പാർക്കിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വാങ്ങിക്കൊടുത്തോണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് വന്ന് സോറി തലേന്ന് രാത്രി തന്നെ അവൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ബാപ്പാൻ്റെ വക. അങ്ങനെ സൈക്കിളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആളാകെ ഞെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ ആഘോഷിച്ചത്. ആഘോഷം എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു പാർട്ടി. അപ്പോൾ ഇതാ അവരെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാളെയും ഒരേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്ന് പിന്നെ ഓള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ്സൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവൾക്ക് ഡ്രസ്സും ടോയ്സും അങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കലായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ചെയ്യുന്നിടത്ത് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അതെല്ലാം അങ്ങനെ സെറ്റാക്കി എടുത്ത് ഇനി ഇതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടിങ് ഒക്കെ എല്ലാന്ന്. അവൾ സ്കൂള് മദ്രസയിലൊക്കെ ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നേരം ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവൾ സ്കൂള് മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇതാ മക്കളെല്ലാം കൂടിയിട്ട് കേക്ക് കട്ടിങ് ആക്കി. ഈ ബർത്ത്ഡേൻ്റെ അന്ന് രാത്രി തന്നെ അവളെ പല്ല് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഈ കാരണം നല്ലോണം ഇളകുന്നുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് നല്ല ഇളവലുണ്ടായിരുന്നു പല്ലിന്. 4 പല്ല് ഒന്നിച്ചിട്ടാണ് കേട്ടോ ഇളയിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അന്ന് രാത്രി ഒരു പല്ലാണ് കേട്ടോ പറഞ്ഞു വന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറിച്ചെടുത്ത് കൊടുത്തു. പിന്നെ ഞങ്ങളും ഒന്നിച്ചിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മളെ താഴെയുള്ള ഫഞ്ച ബേക്കറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയത്. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കൊടുക്കാം, അതൊന്ന് കണ്ടോക്കെ കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.